ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് ഏകദേശം 3:30 നമ്മൾ വേണ്ട വയോമിങ്ങിലെ ഒരു അടിപൊളി റെസ്റ്റ് ഏരിയയിൽ വണ്ടി നിർത്തി ഞങ്ങൾ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുവാണേ. ദേവസ്യാച്ചും ഫുഡ് കഴിക്കുന്നു, ഞാൻ റെസ്റ്റ് ഏരിയ ഇപ്പോൾ ഒന്ന് ഫ്രഷായി. അപ്പോൾ ഇനി നമുക്ക് മൊത്തത്തിൽ ടയറെല്ലാം ഒന്ന് നോക്കി വണ്ടി എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ജി നരേന്ദ്രൻ ബ്രോ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയുടെ സ്റ്റെപ്പിനി എവിടെയാണ് വെക്കുന്നതെന്നുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ വണ്ടിയിൽ തന്നെ ട്രെയിലർ ഉണ്ടോ? അപ്പോൾ ട്രെയിലറിൻ്റെ അടിയിൽ നമുക്ക് ടയർ ക്യാരി ചെയ്യാനുള്ള ഒരു സാധനമുണ്ട്. വേണ്ട നോക്കിക്ക്, വേണ്ടോ? അപ്പോൾ ഇവിടെ സാധാരണ ഇതിൽ ഒരു ടയറാണ് ക്യാരി ചെയ്യുന്നത്. ഇവിടെ വേണമെങ്കിൽ 2 ടയർ ക്യാരി ചെയ്യുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്യാം കേട്ടോ. അത് ചെയിനിട്ട് ലോക്ക് ചെയ്തേക്കുവാണ് ആ സംഭവം. അപ്പം കുറേ പേർക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്യും. അതേസമയം ഓണർ ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ളവർ നമുക്ക് ഈ ഇടയിലുള്ള ട്രക്കിനും ട്രെയിലറിനും ഇടയിലുള്ള ഈ ഒരു സ്പേസ് ഉണ്ടോ, ഈ ക്യാറ്റ് വാക്ക്, ഈ ക്യാറ്റ് വാക്കിൻ്റെ ഇവിടെ നമുക്ക് ഒരു ടയർ വെക്കാനുള്ള ഒരു ചെറിയ ബൗൾ പോലെ ഒരു സാധനം വെച്ചിട്ട് ഇവിടെ സ്റ്റെപ്പിനി സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. സാധാരണ ഇതിൽ നമ്മുടെ കമ്പനി എല്ലാം ട്രെയിലറിൻ്റെ അടി തന്നെ വെക്കുന്നത്. പിന്നെ നിഖിൽ കൃഷ്ണ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പുള്ളി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ട്രെയിലർ മാറ്റി മാറ്റി ഓടിക്കാറുണ്ടല്ലോ. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ അൺലോഡ് ട്രെയിലർ ഇട്ടിട്ട് ലോഡ് ട്രെയിലർ എടുത്തുകൊണ്ട് സ്വിച്ച് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നത്, ഹുക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ട്രെയിലറിൻ്റെ നമ്പർ പ്ലേറ്റ് എങ്ങനെയാണ് മാച്ച് ചെയ്യണേ, എങ്ങനെയാണ് ചെയ്യണേ ബ്രോ എന്നൊക്കെ. അപ്പം സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ട്രക്കിൻ്റെ നമ്പർ പ്ലേറ്റ് അല്ല ട്രെയിലറിൻ്റെ നമ്പർ പ്ലേറ്റ്. ട്രെയിലറിന് എല്ലാത്തിനും അതിൻ്റെതായ സ്വന്തമായിട്ട് വേറൊരു നമ്പർ പ്ലേറ്റ് ഉണ്ടാവും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ട്രെയിലറാണോ മാറിയെടുക്കുന്നത് ആ ട്രെയിലറിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഫ്രണ്ടിൽ ഇലക്ട്രോണിക് ലോഗ് ഉണ്ടല്ലോ, ആ ലോഗിൽ നമ്മൾ വണ്ടി ഇൻസ്പെക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യണല്ലോ. ഞാനിപ്പോൾ അകത്ത് കയറുമ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് ഞങ്ങൾ ട്രെയിലർ മാറിയിട്ടുണ്ട്, ഇന്ന ട്രെയിലറാണ് മാറിയേക്കുന്നത്, ഇപ്പം ട്രക്കുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇന്ന ട്രെയിലറാണ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. ആ കൂട്ടത്തിൽ നമ്പർ പ്ലേറ്റ് എൻ്റർ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏത് ട്രെയിലർ വേണമെങ്കിലും മാറ്റിക്കൊണ്ട് പോകാം. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ ഇതാണ് നമ്മളെ ഇലക്ട്രോണിക് ലോഗിൻ്റെ ഡിവൈസ്. അതാണ്ട് ഓൺ ഡ്യൂട്ടി നമ്മൾ ഓരോ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യാൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഓരോ ഡ്രൈവറും നമ്മൾ ഓടിക്കാൻ റോട്ടിൽ ഇറക്കാൻ വേണ്ടിയിട്ട് സംഭവമെല്ലാം ഓക്കെ ആണ് എന്ന് ചെക്ക് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യേണ്ടതിൽ പെടുന്നതാണ് ടയർ ചെക്ക് ചെയ്യണം, ലൈറ്റുകളെല്ലാം വർക്ക് ചെയ്യുന്നില്ല എന്ന് ചെക്ക് ചെയ്യണം, കൂടാതെ വണ്ടിയിലെ ഫ്ലൂയിഡ്സ് എല്ലാം ഇല്ലെന്ന് ചെക്ക് ചെയ്യണം, അങ്ങനെ ചെക്ക് ചെയ്യേണ്ട ബ്രേക്ക് ചെക്ക് ചെയ്യണം, അങ്ങനെ എല്ലാം ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ 24 hours ആയിരിക്കും മൊത്തത്തിലുള്ള ഡീറ്റെയിൽ ചെക്കിങ് നടത്തുന്നത്. കാരണം നമ്മൾ വണ്ടി ഇട്ടിട്ട് വണ്ടിയിൽ നിന്നും പോകുന്നില്ലല്ലോ, നമ്മൾ ഉപയോഗിച്ച് എല്ലാ ഗേജസ് എല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെയാണല്ലോ ഓടിക്കുന്നത്. അപ്പോൾ അതെല്ലാം ചെയ്ത് ചെക്ക് ചെയ്തു എന്ന് നമ്മളിവിടെ സർട്ടിഫൈ ചെയ്യുന്ന കൊടുത്ത് നമ്മളെങ്ങാനും നമ്മൾ ട്രെയിലറോ ട്രക്കോ എന്തെങ്കിലും മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യണം. അങ്ങനെ എൻ്റർ ചെയ്യുന്നത് തൻ്റെ ഇലക്ട്രോണിക് ലോഗിൽ വർക്ക് ഫ്ലോ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ തൻ്റെ ഡ്രൈവർ വെഹിക്കിൾ ഇൻസ്പെക്ഷൻ ഫോം ഇൻസ്പെക്ട് ചെയ്തു എന്നുള്ളത് എന്നാണ്ടോ. ഇതാണ് ഡ്രൈവർ വെഹിക്കിൾ ഇൻസ്പെക്ഷൻ ഫോം. ഇതിൻ്റെ അകത്ത് ട്രാക്ടർ, അതായത് ട്രക്ക് നമ്മൾ ഇൻസ്പെക്റ്റഡ്, യെസ്. ട്രെയിലർ 1 ഇൻസ്പെക്റ്റഡ്, യെസ്. കാരണം നമുക്ക് ഒരു ട്രെയിലറിലേ ഉള്ളൂ. ചില സമയങ്ങളിൽ 2 ട്രെയിലർ ഉണ്ടാവാം, അല്ല ചില സമയത്ത് 3 എണ്ണം ഉണ്ടാവാം, അങ്ങനെ പലതും ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചത് നമ്മളെ സംബന്ധിച്ച് 2 എണ്ണം ഉള്ളൂ. പിന്നെ ട്രെയിലർ 2 ഇല്ലാത്തതുകൊണ്ട് നോ, 3 നോ, ഡിഫെക്ട്സ് ഫൗണ്ട് നോ. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ട്രെയിലറിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ കയ്യിൽ ഏത് ട്രെയിലറാണോ ഉള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പം നമ്മൾ ആ ട്രെയിലറിൻ്റെ നമ്പർ, നമ്മുടെ ഈ ST5196 എന്ന് പറയുന്ന ട്രെയിലറാണുള്ളത്, അതിൻ്റെ നമ്പർ എൻ്റർ ചെയ്യുന്നു, പ്രോവിൻസ് ഏത് പ്രോവിൻസിൻ്റെ പ്ലേറ്റ് ആണെന്നുള്ളത് നമ്മൾ എൻ്റർ ചെയ്യുന്നു. അങ്ങനെ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏത് ട്രെയിലർ വേണമെങ്കിലും മാറ്റി എടുക്കാം. ഇൻ കേസ് നമ്മളിപ്പോൾ വേറെ ട്രെയിലർ ഇവിടുന്ന് മാറിയെടുക്കാന്നിരിക്കട്ടെ, ഇവിടെ ആ ഡീറ്റെയിൽസ് മാറിയാൽ മതി. പിന്നെ ടൈപ്പ് ഓഫ് ഇൻസ്പെക്ഷൻ, നമുക്ക് 2 ടൈപ്പ് ഓഫ് ഇൻസ്പെക്ഷൻ ആണ്, പ്രീ ട്രിപ്പും ഓൺ റൂട്ടും. ഓൺ റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും 15 മിനിറ്റിൻ്റെ ഒരു ക്വിക്ക് ചെക്ക്. CT പാറ്റ്, നേരത്തെ CT പാറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഐ അഗ്രി, സബ്മിറ്റ്. അപ്പോൾ നമ്മൾ ആ ഡ്രൈവർ വെഹിക്കിൾ ഇൻസ്പെക്ഷൻ ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്തു. ശരിക്കും
നമ്മുടെ ട്രക്കും ട്രെയിലറും ഫുള്ളി റോഡിൽ ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി റോഡിൽ എന്തെങ്കിലും നമ്മൾ ഈ റിലേറ്റഡ് കോമ്പണൻറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയാം ബ്രേക്ക് പൊട്ടി മറ്റേതാന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടല്ലോ, അപകടങ്ങൾ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും ഡ്രൈവർമാർ പല എക്സ്ക്യൂസുകൾ പറയുമല്ലോ. അപ്പം ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ DOT അല്ല MVD ആ വണ്ടിയുടെ പ്രോപ്പറായിട്ടുള്ള ഒരു ഫുൾ ഇൻസ്പെക്ഷൻ നടത്തി ഈ ഡ്രൈവർ ഓട്ടത്തിൻ്റെ ഇടയിൽ അബദ്ധത്തിൽ സംഭവിച്ചാണോ അതോ അയാൾ പ്രോപ്പറായിട്ട് വണ്ടി ചെക്ക് ചെയ്യാണ്ടാണോ പുറത്തിറക്കിയെന്നുള്ള എല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് മേജറും മൈനറും ഉണ്ട്. അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട് അതിനെക്കുറിച്ച്. അതെല്ലാം ഇവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ വർത്താനായി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവാം. Turn right on T-Town Road. In 500 meters, turn left on County Road 347, then take the first right. എന്തായാലും പൊതുവെ ഒരു കിടിലം വെതറാണ് കേട്ടോ. അതെ, ആകാശത്തിൻ്റെയൊക്കെ ഒരു ഭംഗി കേട്ടോ, ഞാൻ രസം നോക്കി. അങ്ങനെ എന്തായാലും കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വയോമിങ്ങിലെ വാംസട്ടർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, വാംസട്ടറിലെ ലൗസി നിർത്തി ഒരു കാപ്പി എടുത്ത് നമ്മുടെ വിൻഷീൽഡ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടും കൂടെ അങ്ങ് പോവാം. ഇത് വാംസട്ടറിൻ്റെ നമ്മളെ ഈ ലെഫ്റ്റ് സൈഡിലാണ് ലൗസിൻ്റെ പാർക്കിങ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഷെഡ് ഉണ്ടോ, ഈ ഷെഡിൻ്റെ അകത്ത് ഒരു ചെറിയ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. സ്പൈസ് ബൈറ്റ് എന്നാണ് പേര്. പണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ അമ്മമാർ കൊലക്കത്തിയായിരുന്നു കേട്ടോ. കൊലക്കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലക്കത്തിയുണ്ട്. $20 ഫുഡ് തന്നിട്ട് 5 രൂപയ്ക്ക് പോലും പുറത്തല്ലാത്തൊരു ഫുഡായിരുന്നു. അവരന്ന് തുടങ്ങുന്ന സമയമായിരുന്നു. അന്ന് നമുക്ക് ഭയങ്കര സങ്കടം വന്ന്, നമ്മളെ പറ്റിച്ച് നശിപ്പിച്ച പോലെയൊക്കെ തോന്നി. ഞങ്ങൾക്ക് കൂടി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൻ്റെ അകത്ത് റിവ്യൂ ഇടാൻ പറ്റും. അവർ ഭയങ്കര മോശം പറ്റിക്കില്ല എന്ന് പറഞ്ഞു. എല്ലാം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ജസ്റ്റ് വിൻഷീൽഡ് ക്ലീൻ ചെയ്താൽ മതിയല്ലോ, അതുകൊണ്ട് അതങ്ങ് ചെയ്തേക്കാം. അങ്ങനെ നമ്മൾ കാപ്പിയെല്ലാം എടുത്ത് പുറത്തിറങ്ങി. ഇനി നേരെ വയോമിങ് കിടക്കുക. വയോമിങ് കിടക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ട് കിടക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ യൂത്ത. ഏട്ടാ, നമ്മളിപ്പോൾ കയറാൻ പോകുന്ന ഈ ഒരു ടണൽ കണ്ടോ, ഇത് ഗ്രീൻ റിവർ ടണൽ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഈ ടണൽ ഒരു 1.5 വർഷം മുമ്പ് ഒരു വിൻ്റർ സീസണിൽ ഇത് കത്തിയതാണ്. ഇതിൻ്റെ അകത്ത് വെച്ചൊരു അപകടം ഉണ്ടാവുകയും ഭയങ്കര കത്തി ആ ടണൽ മുഴുവൻ നശിച്ചു പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ 1.5 വർഷമായി അവർ മെയിൻ്റനൻസ് നടത്തുന്നത്, ഇതുവരെ ശരിയായിട്ടില്ല. എന്നാൽ അപകടം നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം നമ്മൾ ഇതുവഴി കടന്നു പോവുകയും നമ്മളത് നമ്മുടെ വ്ളോഗിൻ്റെ അകത്ത് കൊണ്ടുവരികയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ആലോചിച്ച് നോക്കി, ഇപ്പോഴും ഇതുവഴി കടന്നു പോകുമ്പോഴത്തേക്ക് തീർന്നിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കറിയില്ല. അപ്പോൾ അതുപോലെ സെക്യൂരിറ്റിയോടുകൂടിയും സേഫ്റ്റിയോടുകൂടിയൊക്കെ ആയിരിക്കും അവരത് റീകൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഗ്രീൻ റിവർ നമ്മുടെ വീഡിയോസിൽ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ടല്ലോ. നല്ല കിഡിലൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു റോക്ക് ഫോർമേഷനൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഗ്രീൻ റിവർ വയോമിങ്. നമ്മുടെ യാത്രയുടെ 2ാമത്തെ ദിവസത്തിൻ്റെ അവസാന ഭാഗം എത്തുമ്പോഴത്തേക്കും, അവസാന ഭാഗം എന്ന് ഉദ്ദേശിച്ച സന്ധ്യ ആകുമ്പോൾ പോകുമ്പോഴത്തേക്കും നമ്മൾ വേണ്ട യൂത്തേല പാർക്ക് സിറ്റിയോട് അടുക്കുക കേട്ടോ. അങ്ങനെ
സോൾട്ട് ലേക്ക് സിറ്റിയിലെ വലിയ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. ഇപ്പം നല്ല വെതറാണ്. ഞാൻ ആദ്യം ഇവിടെ വിട്ട് ബ്രേക്ക് എടുക്കാൻ നിർത്തും. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് സമയം 8:30 ആയതേ ഉള്ളൂ. നമ്മുടെ 8:30. ഇവിടെ 2 മണിക്കൂർ പുറകിലാണ് നമ്മുടേനേക്കാളും. പിന്നെ നല്ല വെതറാണ്, അപ്പോൾ കുറച്ച് വിഷ്വൽസും കിട്ടും. അതുകൂടാതെ വിശക്കാൻ തുടങ്ങിയതുമില്ല. അപ്പോൾ അതുകൊണ്ട് സോൾട്ട് ലേക്ക് സിറ്റി ഇറങ്ങി അപ്പുറം ചെന്നിട്ട് നമുക്ക് ബ്രേക്ക് എടുക്കാം. കേട്ടോ, വണ്ടികളെല്ലാം മാക്സിമം ബ്രേക്ക് ഇട്ടിട്ടാണ് പോകണം കേട്ടോ. ടാങ്കറിനൊക്കെ അതിനനുസരിച്ചുള്ള സെറ്റപ്പുകൾ കണ്ടോ. അതുപോലെ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ നമ്മളോട് ചോദിച്ചായിരുന്നു നമ്മൾ എൻജിൻ ബ്രേക്ക് ഉപയോഗിക്കുന്നതും ഇറങ്ങുമ്പോഴത്തേക്കും ബ്രേക്കിംഗ് ഉപയോഗിച്ച് ഒന്ന് ഇറങ്ങുന്ന ഒരു ദിവസം കാണിക്കാവുന്നു. അത് നമുക്ക് ആക്ച്വലി തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ക്യാമറ പുറകെ വെച്ചിട്ട് ഞാൻ കാണിക്കാവേ. ഇന്നിപ്പം സോൾട്ട് ലേക്ക് സിറ്റിയിൽ നിന്ന് മാത്രമല്ല, പൊതുവെ പ്രകൃതിയെല്ലാം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് നോക്കിക്കേ, എല്ലായിടത്തും മഴയൊക്കെ കിട്ടി, നല്ല പച്ചപ്പൊക്കെ ആയിട്ടുള്ള ഒരു സൂപ്പർ. ഇനിയിപ്പോൾ സമ്മർ വരുമല്ലേ. സോൾട്ട് ലേക്ക് സിറ്റി നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പോലെ ഒരു അടിപൊളി സിറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റിയുടെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു ഹൈവേയിലേക്ക് കയറും. വേറെ ഹൈവേ അല്ല, നമ്മുടെ 80യുടെ ഒരു വേർഷൻ തന്നെ. അപ്പം അതിൻ്റെ 2 സൈഡിലും വലിയ സോൾട്ട് ലേക്ക് എന്ന് പറഞ്ഞ ഉപ്പ് തടാകമാണ്. അപ്പോൾ നമ്മുടെ ഈ ഗുജറാത്തിലെ കച്ചിലൊക്കെ ഉള്ളതുപോലെ വലിയ സോൾട്ടിൻ്റെ ഉപ്പുപാടങ്ങളുണ്ട്. ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കരമായിട്ട് വരുന്ന സ്ഥലങ്ങളാണ്. അതുവഴി വണ്ടി ഓടിക്കാം. ഇതൊക്കെ നമ്മൾ നേരത്തെ വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടേ. പിന്നെ സമയം വെളുപ്പിന് 4 മണിയാവുന്നു. നമ്മളിപ്പോൾ ഉള്ളത് നെവാഡയിലെ വാൽമി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അവിടുത്തെ ഈ കാണുന്ന ഷെവർണി നിർത്തി നമ്മൾ ഷിഫ്റ്റ് മാറുക. നാളെ വെളുപ്പിനെയാണ് നമ്മുടെ ഡെലിവറി. ഇവിടെ ദേവസ്യാച്ചൻ എണീറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷായി വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നു. ഇത് വേണ്ട, നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ആവേശത്തിലാണ്. ഇലക്ഷൻ്റെ റിസൾട്ട് ഇങ്ങനെ കേട്ടോണ്ട് ഞങ്ങൾ വണ്ടി ഓടിക്കുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, പയ്യെ കിടക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നു. ഇറക്കിയോ? എന്താ പറ്റിയ? അവിടെ ഡോക്കൊന്നും ഇല്ലാത്തൊരു പ്രസ്ഥാനം. ഇതാ പ്രസ്ഥാനം. ഏത് കാണുന്നത് ഇതിന്റെ സൈഡിൽ ഒരു ട്രക്ക് കിടപ്പുണ്ട്. അവരുടെ പിക്കപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഡെലിവറി. അവരുടെ പിക്കപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഡോക്കൊന്നും ഇല്ല. ഉമ്മാരെ എനിക്ക് തോന്നുന്നു തന്നെ ഇങ്ങനെ ഡോക്കൊന്നും ഇല്ലാതെ. അതുകൊണ്ട് അതുപോലെ ഗുരുദേവനോട് പറഞ്ഞില്ലേ? അവരോട് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവരോട് ആദ്യം ഇവിടെ രാവിലെ വേറൊരുത്തനായിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞു ഇങ്ങനെ അപ്പോയിന്റ്മെന്റ്. അപ്പം പറഞ്ഞു ഈ പിക്കപ്പ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നതിൽ ഇത്രയും സമയം എടുക്കും. പിക്കപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ 9 മണിയാകുമ്പോൾ ഇവര് വരും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അന്നേരം അവള് മെസ്സേജ് വിട്ടു. ഇവര് പറഞ്ഞു 9 മണിക്ക് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ആദ്യത്തെ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ 8 മണിക്ക് കൺഫേം എന്ന് പറഞ്ഞു അവളെ കണ്ട് വിട്ടു. ഞാൻ മറുപടി കിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ അകത്തുനിന്ന് ചോദിച്ചു. പറഞ്ഞു അതല്ല, നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ലേറ്റ് ആയിട്ടാ, അത് കമ്പനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡെസ്പാച്ചിൽ നിന്ന് ഇങ്ങനെ ഇതാന്ന് പറഞ്ഞു. അതൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഇവിടുത്തെ ബോസ് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണത് ഓൾറെഡി. ഇപ്പം രാവിലെ വന്നവൻ അവൻ നല്ല ഇതായിരുന്നു, അവനില്ല ഇപ്പൊ വേറൊരുത്തനാ. അവൻ പറഞ്ഞ ഇത് തീർന്നു കഴിയുമ്പം അതവിടെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അവരുടെ പാലറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് ശരി. അപ്പം വെളുപ്പിന് 8 മണിക്ക് ഡെലിവറി എന്നും പറഞ്ഞാൽ നമ്മൾ നേരത്തെ വന്നല്ലേ? 7 മണി ആയപ്പോഴാണ് നമ്മളിവിടെ എത്തിയതാ. ഇറക്കി കിട്ടിയിട്ടില്ല. ഇപ്പൊ സമയം ഉച്ചയാവാൻ പോണു. കണ്ട, കാലിഫോർണിയയിലെ ഒബോൺ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇത് കേട്ടോ. നമ്മളിങ്ങനെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടേക്കുവാ. Okay. Oh, okay.
എന്താ പറയാ? ഇറങ്ങി അങ്ങോട്ട് ഇട്ടോളാം. ആഹാ. ഇവിടുന്ന് ഇങ്ങനെ റിവേഴ്സ് ഇട്ടുണ്ടല്ലേ? പുറകോട്ട് കുറച്ച് പോയിട്ട് ആ സൈഡിൽ എടുത്തെടുത്ത് കഴിഞ്ഞാൽ ഞാൻ പുറകെ ഇറങ്ങിക്കാവേ. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം വേണ്ട ഈ ട്രക്ക് പോയി. ഇനി നമുക്ക് ബാക്കപ്പ് ഇടാം. അപ്പോൾ വേണ്ട ഇങ്ങോട്ട് ബാക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് സ്പേസ് ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് വേണ്ട ഈ റോട്ടിൽ നിന്ന് വേണം നമുക്ക് ബാക്കപ്പ് ഇട്ട് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ വലിയ തിരക്കില്ലാത്ത റോഡാണ്. ആ കാണുന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ വണ്ടിയുടെ ബാക്കി പോകേണ്ടത്. തീർച്ചയായിട്ടും പിന്നെ ഒരു പുലി ഡ്രൈവർ ആയതുകൊണ്ട് 1-2 പ്രാവശ്യം ഒന്നും നോക്കണ്ട, നേരെ അങ്ങ് എടുത്തിട്ടോളും. പിന്നെ ഡോറ് തുറക്കാം. അപ്പം നമ്മൾ സീലൊക്കെ പൊട്ടിച്ചതാണ്ട് ഡോറ് തുറന്നു. പക്ഷെ ഇവർക്ക് ഡോക്കില്ല കണ്ടോ. ഇവര് പമ്പിങ് ജാക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതുകൊണ്ട് വലിച്ചിട്ടിട്ട് വേണം അവർക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് സ്ഥലം. അപ്പോൾ അതേണ്ട അവരുടെ അളവിനനുസരിച്ച് നമ്മുടെ ഇവിടെയുള്ള ഈ ബ്ലാക്ക് ലൈൻ കണ്ടോ, ഇവിടെ കറക്റ്റ് ബാക്ക് വന്നാലേ അവർക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. എന്തെങ്കിലും കാൽക്കുലേഷൻ കാണും. പെർഫെക്റ്റ്. ആ ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ടേ. ഓക്കെ. പിക്കപ്പ് ഓൾറെഡി വന്ന് കിടപ്പുണ്ടല്ലേ? കിട്ടിയാ കിട്ടി. അത് ഇവിടുന്ന് ഈ ഫെയർഫീൽഡ് എന്നാ പറഞ്ഞത്. അപ്പൊ ആ അഡ്രസ് ഒന്നും അറിയത്തില്ല, അഡ്രസ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ അത് ഇവിടുന്ന് നമ്മൾ എം ടി ആകുമ്പം മറ്റേ ഏതാ വിളിച്ച പുള്ളിക്കാരത്തിയുടെ ഇതിലേക്കൊന്ന് നമ്മൾ ഇവിടുന്ന് ആയെന്നുള്ളത് പുറപ്പെട്ടു എന്നുള്ളത് സംഭവം കാണിക്കണം. അതായത് നമ്മൾ കമ്പനിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനം. അപ്പം അതൊക്കെയാണ് ഈ വീഡിയോയിലെ നമ്മുടെ വിശേഷങ്ങൾ. ഇനി ഇവിടുന്ന് ഫെയർഫീൽഡിനാണോ ലോഡ് എടുക്കാൻ പോകണമെന്നൊന്നും അറിയത്തില്ല. നമുക്ക് രാവിലെ വന്ന ലോഡ് ഇതിപ്പോൾ ഉച്ചയായി. ഇനിയിപ്പോൾ അതിൻ്റെ അത് ക്യാൻസൽ ആയിട്ടുണ്ടോയെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ആ വിശേഷങ്ങളും ആ ലോഡ് എടുത്തുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ കൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.